ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ചെന്നായി വരുന്നത് കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ജീവൻ ചൊരിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ. നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ അതിപരിനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. I am the good shepherd. The good shepherd gives his life for the sheep. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി അവിടുന്ന് വിളമ്പിത്തരണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. I am the good shepherd. ഞാൻ നല്ല ഇടയനാകുന്നു. ഒരേ ഒരു ഇടയൻ മാത്രമേ ഉള്ളൂ. ആ ഇടയൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ഇടയൻ്റെ പ്രത്യേകത നല്ലിടയനാണ്. ആ നല്ലിടയൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനമാണ് ഇടയൻ തൻ്റെ ആടുകൾക്കായി കൊടുക്കുന്ന ഭക്ഷണം. ആ ഇടയൻ്റെ പ്രത്യേകത പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് നമ്മളെ നടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ ആനയിക്കുന്നു. നല്ലിടയനായ കർത്താവ് വിളമ്പിത്തരുന്ന സ്വർഗീയ മന്ന ഭക്ഷിച്ചാൽ മാത്രമേ ഇടയനെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. 2-ാമത്തെ വാക്യം, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെ അല്ല. ഇടയൻ എപ്രകാരമാണ് വചനപ്രകാരം തൻ്റെ മുൻപിൽ ദൈവം തന്നിരിക്കുന്ന ആടുകളെ നയിക്കേണ്ടതെന്ന് മൂപ്പന്മാരിൽ ഒരു മൂപ്പനായ വിശുദ്ധ പത്രോസ് എപ്രകാരം അജപാലനം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂപ്പന്റെ ഉള്ളിൽ ദുരാഗ്രഹമെന്ന് പറയുന്ന പിശാച് കയറിയിരിക്കാൻ പാടില്ല. ദുരാഗ്രഹം ഇരുന്നാൽ വിളിച്ചവനെ മറക്കും, കാണുന്നതിനെല്ലാം കൈയിട്ടും വരും. 1 പത്രോസ് 5:3 പറയുകയാണ്, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. നെവർ ബി എ ഡിക്റ്റേറ്റർ ഓവർ എനി ഗ്രൂപ്പ്. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡിക്റ്റേറ്റർ എന്നാണ്. ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിട്ട് ജീവിക്കാൻ പൂർണ്ണ ഡെഡിക്കേഷൻ ഉള്ളവർക്ക് മാത്രമുള്ളൊരു സ്ഥാനമാണ് അധ്യക്ഷ സ്ഥാനം. അപ്രകാരമുള്ള ഒരു വിശുദ്ധ വിളി ഇല്ലാത്തവൻ ആ കസേരയിടത്ത് കയറിയിരുന്ന ആ കസേരയും നാറും, നാട് മുഴുവനും നാറും. അതാ ആനുകാലിക സംഭവത്തിൽ
നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പത്രോസ് കർത്താവ് ഏൽപ്പിച്ച ദൗത്യമാണ് എൻ്റെ ആടുകളെ മേയ്ക്കുക. സ്തോത്രം. എഫെസ്യ ലേഖനത്തിൽ ഒരു 5 ഓഫീസ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ. അതിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫിലിപ്പിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. വിശുദ്ധ പൗലോസ് മറ്റുള്ള അപ്പോസ്തലന്മാരിൽ നിന്ന് വേർപെട്ട് നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. വിശുദ്ധ പൗലോസ് മാത്രമേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, കോപ്പി മീ ആസ് ഐ കോപ്പിഡ് ജീസസ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുവിൻ. എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ചുകൂടുന്നത് ഇതേ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ കഴിയും? ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആയിരിക്കുവിൻ എന്ന്. ഈ കാലഘട്ടത്തിൽ ഒരു ഇടയനും പറയാൻ പറ്റില്ല ഇതുപോലെ. കാരണം മാതൃക കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം ദുർമാതൃക കാണിച്ചു കൊടുക്കുന്നവരെ കർത്താവിൻ്റെ സഭയ്ക്ക് ഉതപ്പാണ്. തിത്തൂസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്, വിരോധി നിന്നെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. പിശാച് അലർന്ന സിംഹത്തെ പോലെ നിൽക്കുകയാണ് ആരെ വിഴുങ്ങേണ്ടതെന്ന്. സ്തോത്രം. ഇപ്പോൾ പിശാച് മൊത്തമായിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ദൈവവചനത്തിന്റെ അജ്ഞതയാണ് ഇതിനെല്ലാം കാരണം. ദൈവവചനത്തിന്റെ അജ്ഞതയും. 2 തെസ്സലോനിയൻസ് 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായിരിക്കരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപകൽ വേല ചെയ്ത് പോന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിന് തന്നെ. ഇന്ന് ആർക്കാരെ അനുകരിക്കാൻ പറ്റും? ആർക്കാരെ അനുകരിക്കാൻ പറ്റും? കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. സ്തോത്രം. ഇടയനെ ചോദ്യം ചെയ്യുന്ന ആടുകളാണ്. അത് ചോദ്യം ചെയ്യാൻ അവസരം കൊടുത്തത് കൊണ്ടാണ്. സ്തോത്രം. ദൈവവചനമാണ് നമ്മളെ തിരുത്തുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയും, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവൻ ആയി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. ഇന്നിപ്പോൾ ഈ തർക്കം വേറെ രീതിയില്ല. അതിന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് 25-ാമത്തെ വാക്യം, അവനോ യേശു അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ് 26-ാം വാക്യം, നിങ്ങളോ അങ്ങനെ അല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയും ആകട്ടെ. ഇതാ കർത്താവ് പറയുന്നേ. കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞില്ല എങ്കിൽ, എന്താണ് ദൈവത്തിന്റെ ഹിതമെന്ന് അറിഞ്ഞില്ല എങ്കിൽ, ജാതികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സഭയിൽ കടന്നുകൂടും. 1 പത്രോസ് 2-9 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. സ്തോത്രം. സഭാ വ്യത്യാസം എന്നെ കർത്താവ് പറയുകയാണ്. അതിപ്പോൾ ലാറ്റിൻകാരനായാലും സിറിയൻകാരനായാലും ഓർത്തഡോക്സുകാരനായാലും യാക്കോബക്കാരനായാലും മാർത്തോമക്കാരനായാലും CSIക്കാരനായാലും ഏത് കാരനായാലും ശരി, ഈ വചനം എല്ലാവരുടെ നേരെയും വിരൽ ചൂണ്ടി പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ആരാണ് വലിയവൻ? ഏത് കൂട്ടായ്മയാണ് അങ്ങനെ മുകളിൽ കയറിയിരിക്കുന്നത്? സ്തോത്രം. സമനിലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിക്ക്. അപ്പോൾ ദുരാത്മാവ് ഇറങ്ങി പുറത്തു പോയിക്കോളും. യോഹന്നാന്റെ ലേഖനം, വിശുദ്ധ യോഹന്നാന്റെ ലേഖനം 3-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ദിയോത്രഫസും ദമേത്രോഫസും സഭകളിൽ ഇന്നുമുണ്ട്. ഈ രണ്ടുപേരും ആദ്യം പറഞ്ഞ ഈ ദിയോത്രഫസിനെ അനുകരിച്ചാൽ നിന്റെ വിളിയിൽ നീ നശിച്ചു പോകും. എന്നാൽ
വിശുദ്ധ യോഹന്നാൻ തൻ്റെ 3-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദെമേത്രിയോസിനെ എല്ലാവരാലും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ദിയോത്രോഫസും ദെമേത്രോഫസും ഇന്നും സഭകളിൽ ലൈവാണ്. സ്തോത്രം. നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും നഷ്ടമാക്കുന്ന ഒരു കൂട്ടത്തിലും മകളെ നീ ചേരരുത്. ദൈവാത്മാവ് കാണിച്ചേരുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന സഖ വിശ്വാസി, സ്തോത്രം, നിന്നെ അന്ധകാരത്തിൽ കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവിൻ. പരിശുദ്ധാത്മാവ് അന്ന് പ്രവചിച്ച തിരുവചനത്തിൻ്റെ ലൈവായിട്ടുള്ള ആ ഒരു പ്രവചന നിവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ആ കൊടിയ ചെന്നായ്ക്കൾ എന്താ ചെയ്യുക? 30-ാമത്തെ വാക്യത്തിലുണ്ടോ, ശിഷ്യന്മാരുടെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഈ പ്രവചനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ണു തുറന്ന് ചെവി തുറന്ന് കാണുകയും കേൾക്കുകയും ചെയ്യണം എന്താ ചുറ്റും നടക്കുന്നതെന്ന്. സ്തോത്രം. യേശു ക്രിസ്തു മാത്രമാണ് നല്ലിടയൻ. ആ കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശരെ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അനുഗമിക്കും. സ്തോത്രം. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഇടയനെ കണ്ടുമുട്ടുന്നത് ദൈവവചനത്തിലാണ്. ദൈവവചനത്തിൻ്റെ അജ്ഞതയാണ് ഇടയ ശുശ്രൂഷയിൽ വരുന്ന സകല കുഴപ്പത്തിന് കാരണം. സ്തോത്രം, സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ആർക്കും ആരെയും വിരൽ ചൂണ്ടാൻ പറ്റില്ല. എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിൽ കൂടുതലുള്ള കുഴപ്പങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റിത്തരാൻ പരിശുദ്ധാത്മാവുണ്ടല്ലോ. സഭയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലാതെ ഒരു മനുഷ്യനല്ല. സഭയുടെ അടിസ്ഥാനവും യേശുക്രിസ്തു തന്നെയാണ്. സ്തോത്രം. ഞാൻ നല്ല ഇടയനാകുന്നു. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ആ ഇടയന്റെ ശബ്ദം വചനത്തിലൂടെ വീണ്ടും കേൾക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം. കർത്താവായ യേശുവേ, അവിടുന്നാണല്ലോ ഞങ്ങളുടെ നല്ല ഇടയൻ. സ്തോത്രം. ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്തോത്രം, യഥാർത്ഥ സഭയിൽ നിന്നും ആരും ഞങ്ങളെ തട്ടിമാറ്റാതെ അവിടുന്ന് രക്തം തന്നുകൊണ്ട് അവിടുത്തെ രക്തത്താൽ നേടിയെടുത്ത വിശുദ്ധ വർഗത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുന്ന് തരുന്ന സ്വർഗീയ മനയ്ക്കായി സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങൾ തരുന്നു. ഞങ്ങളുടെ ഓരോ കൂട്ടായ്മയും കരങ്ങൾ തരുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ യൗവനത്തിൽ തന്നെ അങ്ങേ അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നടക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു മരിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചതിനായി നന്ദി. പ്രാർത്ഥനയെ യാചനയെ കേട്ടിരിക്കുക സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പാവമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേനായിടുമ്പോൾ, പാവമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേനായിടുമ്പോൾ, കൂട്ടം മറന്നെത്തും ഞാൻ നിന്റെ ചാരെ, സ്നേഹം പകർന്നെൻ്റെ സൗഖ്യം തരാൻ, മാറിൽ ചേർന്നെൻ്റെ സ്വന്തമാക്കാം. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം.